നമസ്യ തസ്മരതോ വാ ത്രികാലം നശ്യേതൽ കാലയമാശുഭാവം. അവരുടെ കാലമാറ്റം കൊണ്ട് നമുക്ക് കാലുമാറിയില്ലോ എന്ന് തോന്നും. ഇല്ല, ഗുരുവായൂരപ്പൻ്റെ കാലം സ്മരിക്കൂ. ഭഗവാന്റെ പാദം സ്മരിച്ചാൽ ഈ ഗ്രഹോപഗ്രഹങ്ങളുടെ കാലുമാറ്റമൊന്നും നമ്മളെ ബാധിക്കില്ല. എന്താ തെളിവ്? അതോ ഇതിൻ്റെയൊക്കെ നേതാവായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് ആരാന്നറിയോ? 5 മാസം ഭഗവാനെ സേവിച്ച 5 വയസ്സുള്ള കുട്ടി ധ്രുവൻ. ബാലതാരമായിട്ട് ധ്രുവൻ ധ്രുവലോകത്ത് മാത്രാസമം ധ്രുവപദേ മുരിതോയമാസ്തേ. 5 വയസ്സുള്ള കുട്ടി ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും സൂര്യചന്ദ്രാദികളുടെയും ഒക്കെ കൺട്രോളർ ആയിട്ട് നിയമനം കിട്ടി താമസിക്കുന്നു. ധ്രുവനക്ഷത്രം, ധ്രുവലോകം. അപ്പോൾ ധ്രുവന് ഇതൊന്നും ബാധകല്ലാതെ പോയിരിക്കാനുള്ള പദവി ഭഗവാൻ കൊടുത്തുവെങ്കിൽ ഭഗവാന്റെ പാദം പിടിക്കണ നമുക്കും ഭഗവാൻ വേണ്ടത് തരില്ലേ? നായ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഉറക്കം നല്ലോളിക്കും തീർച്ചയാ. അപ്പോൾ വീട്ടുകാരെ കേട്ടിട്ട് ഇവിടെ വാ ഒന്ന് ഞൊടിച്ചാൽ മതി. അത് നമ്മുടെ ആളാണ്. ആ കുടയും ഷർട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അയ്യോ പിന്നെ ആ നായ വരണു, എൻ്റെ സഞ്ചി മേടിച്ചു, കുട മേടിച്ചു, അവിടെ കസാലയുടെ അടുത്ത് വന്നു, വാലാട്ടി മലന്ന് കിടന്നു. എന്തൊക്കെയാ നിൻ്റെ സ്നേഹപ്രകടനം? എന്താ യജമാനൻ അംഗീകരിച്ചു വരണാളെ, അപ്പം പിന്നെ തനിക്ക് അംഗീകരിക്കാണ്ട് വയ്യ. ഇതുപോലെ നമ്മുടെ ദുഷിച്ച കാലം, നമ്മുടെ മായ, നമ്മുടെ ബാധ നമ്മളെ ബാധിക്കില്ല. ഭഗവാനെ സ്മരിച്ചാൽ മതി എന്ന് പറയാനാണ് ഗ്രഹോപഗ്രഹങ്ങളുടെയും 9 രാശികളുടെയും ഒക്കെ കഥ ഇവിടെ പറഞ്ഞത്. പിന്നെ അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളാദി ഭൂമിക്ക് അടിയിലുള്ള ലോകങ്ങൾ സ്വർഗത്തേക്കാളധികം സുഖണ്ടവിടെ എന്ന് പറഞ്ഞ് വിലസന മദ്യപാനികളായ അസുരന്മാരും ഒക്കെ കഴിയണ സ്ഥലങ്ങൾ, വലിയ 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 പാമ്പുകളുടെ ലോകം, പാതാളാദി ലോകങ്ങൾ, ഇതൊക്കെ വർണ്ണിച്ചു. അതിൽ സുതല ലോകത്തുള്ള മഹാബലി, തെറ്റിദ്ധരിക്കരുത്, പാതാളത്തിലല്ല മഹാബലി. ഭാഗവതം പറയണു സുതലം, സുതല ലോകത്താണ് മഹാബലി ശോഭിക്കുന്നത്. നമ്മൾ മന്ത്രത്തരം വിഡ്ഢിത്തം എത്ര പുരാണം വായിച്ചാലും ഭാഗവതം കേട്ടാലും ഇതെന്നെ ഇനി പറയും, നാളെയും തന്നെ പറയും. പാതാളത്തിലെ മഹാബലി എന്നൊന്നും പറഞ്ഞിട്ടില്ല, സുതലത്തിലാണ് മഹാബലി. മഹാബലി മുത്തച്ഛനായ പ്രഹ്ലാദനും താമസിക്കുന്നു സുതലത്തിൽ. അവിടേക്ക് സാക്ഷാൽ രാവണൻ യുദ്ധത്തിന് ചെന്നപ്പോൾ വാമനമൂർത്തിയാണ് സുതലത്തിൽ പാതാളത്തിൽ കാവല്, അല്ല സുതലത്തിൽ മഹാബലിക്ക് കാവല്. രാവണൻ കിടക്കാൻ ചെന്നപ്പോൾ രാവണനെ മഹാബലിയുടെ കാവൽക്കാരൻ ആരാ? വാമനമൂർത്തി. കാലിൻ്റെ അറ്റം കൊണ്ട് ഒരറ്റി രാവണൻ ആകാശത്ത് കൂടെ പറന്ന് 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 പാവം ഉരുണ്ട് പുരണ്ട് ഢീം ലങ്കയിൽ വന്ന് വീണു. രാവണൻ എണീറ്റ് ബോധം വന്നപ്പോൾ കണ്ണാടി എടുത്ത് നോക്കി. കഥകളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി എടുത്ത് അവരുടെ മുഖത്തോ മൂക്കത്തോ ഒക്കെ വല്ലതും ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കും. ഇതുപോലെ രാവണ ബോധം വന്നപ്പോൾ ഞാൻ പാതാളം, സുതലലോകം, ഭൂമിക്കടിയിലുള്ള ലോകം ജയിക്കാൻ പോയതാണല്ലോ. അവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ഒരു ഉണ്ണി വന്ന ഞാൻ മഹാബലിയുടെ കാവക്കാരനാണ്, മഹാബലിയെ ജയിക്കാൻ താമ്ര വരണ്ടെന്ന് പറഞ്ഞ് കാലിൻ്റെ വിരലുകൊണ്ട് എറ്റിയത് ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. ലങ്കയിൽ വന്ന് വീണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുതലത്തിലെ മഹാബലിയേക്കാളുടെ കാവക്കാരൻ രാവണനെ എറ്റിത്തെറിപ്പിച്ചെങ്കിൽ ഭഗവാന്റെ പാദത്തിൻ്റെ വലിപ്പം എന്താവും? ആരായി രാവണൻ? നമുക്കറിയാം, ഹിമാലയം കൈലാസം ഒക്കെ കയ്യിലെടുത്ത് അമ്മാനാടിയ ആളാണ് അല്ലേ? ആ രാവണന് വാമനമൂർത്തിയുടെ കാലിൻ്റെ അറ്റം കൊണ്ട് ഏറ്റേറ്റ് ഇവിടെ വന്ന് വീഴേണ്ടി വന്നുവെങ്കിൽ എന്താ മഹാബലിയുടെ സംരക്ഷണം? ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തതിൻ്റെ, വാമനമൂർത്തി ഏറ്റെടുത്തതിൻ്റെ സുഖം ഓണക്കാലത്ത് നമ്മൾ അതാണ് അനുസ്മരിക്കുന്നത്. അല്ലാണ്ട് വല്ല വിഡ്ഢിത്വം പറയരുത്. ഭാഗവത സംസ്കാരമുള്ളവർ വാമനമൂർത്തി മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല പാതാളത്തിലേക്ക്. മഹാബലിയെയും മഹാബലിയുടെ അച്ഛൻ മുത്തച്ഛൻ മുതലായവരെയും എഴുന്നള്ളിച്ച് സുതലത്തിൽ പോയി സുഖമായിട്ട് താമസിക്കുമെന്ന് പറഞ്ഞ് രാവണാദികളെ അവിടെ വരുമ്പോഴൊക്കെ എറ്റി ഓടിച്ച് ഇപ്പോഴും കാവൽ നിൽക്കുന്നു. ഇതൊക്കെ ഭാഗവതം
വീഡിയോയിലെടുത്ത് നമുക്ക് കാണിച്ചു തരണം പോലെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. പാതാളാദി ലോകങ്ങളിലെ പാമ്പുകളെയും വർണ്ണിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെയാണ് സാക്ഷാൽ 1000 ഭണങ്ങളുള്ള അനന്തനെ വർണ്ണിച്ചത്.